നന്ദഗോവിന്ദം ഭജൻസ് രാഷ്ട്രീയ കേരളം, സാംസ്കാരിക കേരളം, മതേതര കേരളം വലിയ രീതിയിൽ പൊള്ളിയ ഒരു ചർച്ചാ വിഷയമായി മാറുകയാണ് എന്നുള്ളതാണ്. എന്താണ് ആ ചെറുപ്പക്കാർ വന്നു നിന്ന് ഒരു ക്ഷേത്രത്തിൽ ഒരു ക്രൈസ്തവ ഗാനം പാടിയപ്പോൾ കേരളമേ ഒരിക്കലും വിളിക്കല്ലേ ഇനി നിങ്ങൾ ടീച്ചറെന്ന് ആ സ്ത്രീയെ, ശശികല ടീച്ചറിനെ, ശശികലയെ ഇനി ടീച്ചറെന്ന്, ശശികല ടീച്ചറെന്ന് നമ്മൾ ചേർത്ത് വിളിച്ചാൽ അത് ഏറ്റവും വലിയ അബദ്ധമായി മാറും എന്നുള്ളതിൻ്റെ ഉത്തമോദാഹരണമാണ്. എന്നൊക്കെ അവർ വാ തുറന്നിട്ടുണ്ടോ അന്നൊക്കെ ഈ നാടിൻ്റെ മതേതരത്തെ ഉള്ളു പൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നാടിനെ ഏറ്റവും രീതിയിൽ വലിയ വിഷമഘട്ടത്തിലേക്ക് കടത്തിവിടുന്ന രീതിയിൽ ഈ നാടിൻ്റെ മതേതര മണ്ണിനെ, മതേതര സ്വഭാവത്തെ മാറ്റിമറിക്കുന്ന വിഷനാവാണത്. ഇന്നലെയും അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയെ വർഗീയതയുടെ പരാമർശങ്ങളിലേക്ക് കടത്തിവിടുമ്പോൾ അതിന് മറുപടിയുമായി നവീൻ എന്ന് പറയുന്ന ഗായകൻ തന്നെ വന്നിട്ട് പറയുമ്പോൾ അതിനെ ഏറ്റെടുക്കുന്ന എത്ര ആളുകളാണ്? മുഖ്യധാരാ മാധ്യമങ്ങളാവട്ടെ, സോഷ്യൽ മീഡിയയിലെ മുഴുവൻ സൈബർ ഇടങ്ങളും മതേതരത്വത്തിനോട് ചേർന്ന് നിൽക്കുന്ന പ്രസ്താവനകൾ ഇടുമ്പോഴാണ് ശശികല എന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് നിലംപരിശായി പോകുന്നത് എന്നുള്ളതാണ്. തകർന്ന് തരിപ്പണമാവുകയാണ്. കേരളം മതേതര സ്വഭാവത്തെ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന മാനങ്ങളിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഒരു കാരണവശാലും എത്ര നാൾ ഇടവിട്ട് വന്ന് വർഗീയത വിഷമായി ഇങ്ങനെ വിളമ്പിയാലും കേരളം അതിൻ്റെ യഥാർത്ഥ കോർ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാവുകയാണ് ഇന്നലത്തെ ഫേസ്ബുക്കും നവീനിൻ്റെ മറുപടിയും ഇന്ന് രാവിലെ മുതൽ നടക്കുന്ന ചർച്ചകളും. അത്രമേൽ വലിയ ഒരന്തസത്ത കാത്തു സൂക്ഷിക്കുന്ന നാടായി ഈ നാട് മാറുന്നു എന്നുള്ളതാണ്.